അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക്. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഒരു മഹത്തായ ഒരു ദിക്ർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തിക അഭിവൃദ്ധി നൽകുന്നതാണ്. നമുക്കറിയാം, പിശാചി എപ്പോഴും നമ്മളെ ഈ മഹത്തായ ദിക്റുകൾ ചെല്ലുന്നതിനെ തൊട്ട് അകറ്റിക്കൊണ്ടേയിരിക്കും. കാരണം പിശാചിന്റെ ആഗ്രഹം എന്താണ്? നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. എന്നാൽ സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ദിക്റുകൾ നമ്മൾ മുറുകെ പിടിക്കുക. അപ്പൊ ഈ മഹത്തായ ദിക്ർ നിങ്ങൾ ഈ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു വലിയ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെടുന്ന മഹത്തായ ഒരു ദിക്റാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. കടമുള്ളവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, അതുപോലെ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ ദിക്ർ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇത് ചെല്ലേണ്ടിയുള്ളത്, ഏത് സമയത്താണ് ഇത് ചെല്ലേണ്ടിയുള്ളത്? വിശേഷ പരിശുദ്ധ റമദാൻ മാസമാണ്. ഒരു ചെറിയ സുന്നത്ത് ചെയ്താൽ അല്ലാഹു ഫർദിന്റെ കൂലി തരുന്ന ഈ മാസം മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ ഈ മഹത്തായ ദിക്ർ നിങ്ങൾ ചൊല്ലി നോക്ക്. അല്ലാഹു ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ്. എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകപ്പെടുന്നതാണ്. കാരണം നമുക്കറിയാം, ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് പണമില്ലാതെ വരുമ്പോഴാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പോലെ നമ്മൾ കടങ്ങൾ വാങ്ങാൻ നിർബന്ധിതരാകുന്നത്, അതുപോലെ തന്നെ നമ്മുടെ സ്വസ്ഥതയും സമാധാനവും എല്ലാം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ദിക്ർ സൂര്യൻ ഉദിക്കുന്ന നേരം നിങ്ങൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് സമ്പത്ത് നിങ്ങളെ തേടിയെത്തുന്നതാണ്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഫലം ചെയ്യണമെങ്കിൽ പരിശുദ്ധ റമദാനാണ്. നമസ്കാരം നമുക്ക് അത്യാവശ്യമായ കാര്യമാണ്. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഫലം ചെയ്യണമെങ്കിൽ നിസ്കാരം നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഫലം ചെയ്യണമെങ്കിൽ നിസ്കാരം നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. ചിലർ നിസ്കരിക്കാൻ കയറുമ്പോൾ ഭയങ്കര മടിയാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മടി മാറി കിട്ടുന്നതാണ്. ഇല്ലേ, പരിശുദ്ധ റമദാൻ വന്നിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ ഇപ്പൊ നിസ്കരിക്കും, റമദാൻ കഴിയുമ്പോൾ ഇറങ്ങിപ്പോകും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമസ്കരിച്ചു കൊണ്ട് നിങ്ങൾ ഈ ദിക്ർ പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. അപ്പോൾ നിസ്കാരമാണ് ഇതിന്റെ എല്ലാ അടിസ്ഥാനം. നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി ബാങ്ക് വിളിക്കുമ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കും പിന്നെ നിസ്കരിക്കാമെന്ന്. ആ ഒരു ചിന്ത വരാതെ നമ്മൾ നോക്കണം. അല്ലേ, ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ നമ്മൾ നിസ്കാരം വന്ന് നമസ്കരിക്കുക. സുബ്ഹാനല്ലാഹ്, അവ്വൽ വഖത്തിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണ വിശാലത നൽകപ്പെടുന്ന സമയമാണ്. ആ സമയം ഒരു നിസ്കാരം, ഒരു ബാങ്ക് വിളിച്ചാൽ ഒരു 15 മിനിറ്റുള്ളിൽ നമ്മൾ നമസ്കരിക്കുക. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് ഭക്ഷണ വിശാലത നൽകുന്ന സമയം. അല്ലെ, ഈ സമയത്തേക്ക് നിങ്ങൾ നിസ്കരിച്ചാൽ അല്ലാഹു നിങ്ങളെ ദാരിദ്ര്യം മാറ്റുന്നതാണ്. അപ്പൊ വാക്ക് വിളിച്ചാൽ പിന്നെ നിസ്കരിക്കാൻ ഒരു ചിന്തങ്ങൾ മനസ്സിൽ വരരുത്. രണ്ട് പരമാവധി വാക്ക് വിളിക്കുമ്പോൾ തന്നെ ഒതുകൊടുത്ത് നിങ്ങൾ നിസ്കരിക്കുക. അല്ലെ, അപ്പൊ തന്നെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഇൻഷാ അല്ലാഹ് അതിങ്ങനെ പതിവായി കൊണ്ട് തന്നെ നടക്കുന്നതാണ്. ഇനി നമ്മുടെ നിസ്കാരം ഒരു ഭാരമായി നമ്മൾ കാണരുത്. കാരണം റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. ദുനിയാവും ആഖിറവും അല്ലാഹു വിജയം നൽകുന്ന ഒന്നാണ് നമസ്കാരം. അത് മാത്രമല്ല, ഖബറിലെ കൂട്ടുകാരനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിലേക്ക് നമ്മൾ യാത്രയാകുമ്പോൾ ഖബറിൽ നമുക്കൊരു കൂട്ടുകാരൻ നമസ്കാരമാണ്. അതുപോലെ തന്നെ നമസ്കാരം നമ്മൾ മനസ്സിലാക്കണം, സ്വർഗ്ഗത്തിന്റെ താക്കോലാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിസ്കാരം സ്വർഗ്ഗത്തിന്റെ താക്കോലാണ്. അത് കരസ്ഥമാക്കാതെ നമ്മൾ പോകരുതേ. അത് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നമ്മൾ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയാകേണ്ടിയുള്ളത്. അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാൻ കടന്നു വരികയാണ്. ഈ പരിശുദ്ധ റമദാനിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അതുകൊണ്ട് നമസ്കാരം നിങ്ങൾ മുറുകെ പിടിച്ചു.
അഞ്ചാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ള കാര്യം, കുറച്ചു കഴിഞ്ഞ് നിസ്കരിക്കാതെ നമ്മൾ ചിന്തിക്കരുത്. കാരണം അല്ലാഹുവിന്റെ കോടതിയിൽ നമുക്ക് ഒറ്റയ്ക്കുള്ള യാത്രകളാണ്. അതുകൊണ്ട് നമസ്കാരം നമ്മൾ എപ്പോഴാണെങ്കിലും അത് നിസ്കരിച്ച് വീട്ടണം. ആറ് നിസ്കാരം ഉപേക്ഷിച്ചാൽ ഈമാൻ കിട്ടി മരിക്കില്ല എന്ന് നമ്മൾ ഓർക്കണം. നമസ്കാരം ഉപേക്ഷിച്ച് നടക്കുന്ന ഒരാള് അദ്ദേഹം ഈമാനോടുകൂടി മരിക്കുകയില്ല എന്റെ പ്രിയപ്പെട്ട മോമിനികളെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഖബർ ചിന്തിച്ചാൽ, അല്ലാഹുവിന്റെ അടുക്കലേക്കുള്ള യാത്ര ചിന്തിച്ചാൽ, ഈ ജീവിതത്തിൽ നമ്മൾ ഒറ്റ ശരീരമാണല്ലോ ഖബറിൽ കിടക്കേണ്ടിയുള്ളത്. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമസ്കാരം നമ്മൾ അതിന്റെ മുറ പോലെ നമസ്കരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ നിസ്കരിക്കുന്നവരാണ് അല്ലാഹു ധാരാളം അവർക്കാണ് ബർക്കത്ത് നൽകുന്നത്. അങ്ങനെ നിസ്കാരങ്ങളൊക്കെ അതിന്റെ സമയത്ത് നിങ്ങൾ നിർവഹിച്ചിട്ട് ഈ മഹത്തായ ദിക്ർ നിങ്ങൾ ചൊല്ലി നോക്ക്. പരിശുദ്ധ റമളാനാണ്, ആ റമളാൻ നിങ്ങൾ ചൊല്ലി നോക്കൂ മുഅ്മിനീങ്ങളെ. ഇൻഷാ അല്ലാഹ് ഐശ്വര്യങ്ങളുടെ കവാടങ്ങൾ അല്ലാഹു നിങ്ങളിലേക്ക് തുറക്കുന്നതാണ്. ഈ ഒരു ചെറിയ ദിക്റിനെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ പണം സമ്പത്ത് നിങ്ങളെ തേടി വരും. ഇത് വെറുതെ പറയുന്നതല്ല. ഹബീബായ നബിയനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. നല്ല ഇഖ്ലാസോടെ ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് സമ്പത്ത് നിങ്ങളിലേക്ക് വരുന്നതാണ്. വളരെ കുറച്ച് സമയം മാത്രം ഇതിന് ആവശ്യമുള്ളൂ. പക്ഷേ ഇത് ചൊല്ലാൻ നമുക്ക് വലിയ മടിയായിരിക്കും. കാരണം നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകുക എന്നുള്ളതാണ് ശൈത്താന്റെ ഏറ്റവും വലിയ ഇഷ്ടം. നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകുക, ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ എടുത്തു കളയുക എന്നുള്ളതാണ് പിശാചിന്റെ ഏറ്റവും വലിയ ഇഷ്ടം. അതുകൊണ്ട് ശൈത്താൻ നമ്മളെ പിന്തിരിപ്പിക്കാൻ നോക്കും. അതിനൊന്നും നാം തയ്യാറാകാതെ ആ ഒരു കാര്യങ്ങളിലേക്ക്, പിശാചിന്റെ ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കാതെ തന്നെ ഈ ദിക്ർ നിങ്ങൾ മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ചൊല്ലിയാൽ, വിശിഷ്യ റമളാൻ മാസമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തേട്ടങ്ങളെ അല്ലാഹു തട്ടുകയില്ല. എന്ത് തേടിയാലും റബ്ബ് നൽകപ്പെടുന്ന മാസമാണ്. ഈ മാസത്തിൽ നിങ്ങൾ ഈ ദിക്ർ ചൊല്ലുകയാണെങ്കിൽ അല്ലാഹു വലിയ ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്. ഇത് ചൊല്ലേണ്ട സമയം സുബഹി നമസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഒരു 100 പ്രാവശ്യം നിങ്ങൾ ചൊല്ലണം. സുബഹി നമസ്കാരം കഴിഞ്ഞ് ആ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നിങ്ങളൊരു 100 പ്രാവശ്യം ചൊല്ലണം. അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്. ആ ദിക്ർ ഏതാണ് നമുക്ക് നോക്കാം. പടച്ചവനെ, ഞങ്ങൾ ഈ ചൊല്ലുന്ന ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം അസ്തഗ്ഫിറുല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം അസ്തഗ്ഫിറുല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ العظيم استغفر الله سبحان الله وبحمده سبحان الله العظيم استغفر الله. ഈ മഹത്തായ ദിക്റാണ് ഞാൻ ഈ പറഞ്ഞത്. അവ സുബഹി നമസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളൊരു 100 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ നിങ്ങൾ പതിവാക്കി വന്നാൽ അല്ലാഹു വലിയ ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്. സമ്പത്തിന്റെ കവാടം നിങ്ങളിലേക്ക് അല്ലാഹു തുറന്നു തരുന്നതാണ്. ഇതിന്റെ അർത്ഥം എന്താണ് മുഅ്മിനീങ്ങളെ? ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന മഹത്തായ അർത്ഥമുള്ളതാണ്. ഇമാമിങ്ങൾ ഈ ദിക്റിനെ വിശദീകരിക്കുന്നത് കണ്ടോ? ഇമാം തുർമുദി റഹിമഹുല്ലാഹ് മഹാനവരുടെ ഹദീസ് കാണുക. സുബ്ഹാനല്ലാഹി എന്ന് പറഞ്ഞാൽ മീസാനിന്റെ പകുതിയാകും. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അത് നിറയെ ഉണ്ടാകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ഒരു മറയുമില്ലാതെ നേർക്കുനേർ അല്ലാഹുവിന്റെ അടുത്ത് എത്തുന്നതാണ്. അത്രയ്ക്ക് മഹത്തായ വചനങ്ങളാണ് ഇതിലുള്ളത്. ഒരിക്കൽ ഒരു സഹാബി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, സമ്പത്ത് പണം എന്നെ വിട്ടു ഓടിപ്പോയി നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, സമ്പത്ത് എന്നെ വിട്ടു ഓടിപ്പോയി യാ റസൂലല്ലാഹ് എന്ന് നബി തങ്ങളോട് പ്രയാസം പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഈ ദിക്ർ ചൊല്ലാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത്. ആ സഹാബിക്ക് പിന്നീട് പണം കുതിച്ചുയരുന്ന ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. അവർ റസൂലുള്ളാഹി തങ്ങൾ ഈ ദിക്ർ മുറുകെ പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ സഹാബി ആ ദിക്ർ മുറുകെ പിടിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കുകയും ചെയ്തു. ഈ ദിക്റിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്.
ഇതിൽ ഇസ്തിഗ്ഫാറുണ്ട്. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ തന്നെ നമുക്ക് മാറാം. ഇസ്തിഗ്ഫാർ നമ്മൾ ചൊല്ലുമ്പോൾ തന്നെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുന്നതാണ്. മാത്രമല്ല ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതോടുകൂടി അല്ലാഹു ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. ഇത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. അപ്പോൾ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് മന്നാനായ അല്ലാഹ് നീ അല്ലാതെ എനിക്ക് ആരുമില്ല റബ്ബേ എന്നുള്ള നിയത്തിൽ നിങ്ങൾ ചൊല്ലി നോക്ക്. അല്ലാഹു വലിയ ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്. ഓരോ ദിക്റിനും മഹത്തുക്കളായ പണ്ഡിതന്മാർ ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ചിലത് മാത്രമാണ് മുഅ്മിനീങ്ങളെ ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് ഈ പരിശുദ്ധ റമദാൻ നമ്മളത് ചൊല്ലുമ്പോൾ ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതിന്റെ 3 നേട്ടങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒന്ന് അവനക്ക് അല്ലാഹു ടെൻഷൻ നൽകുന്നതല്ല. ദിക്ർ ചൊല്ലുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്ർ നിങ്ങൾ അധികരിപ്പിച്ചാൽ അല്ലാഹു ടെൻഷൻ നൽകുകയില്ല. ആര് വിചാരിച്ചാലും അവൻ അല്ലാഹു ടെൻഷൻ നൽകുന്നതല്ല. മനസ്സിന് നല്ല റാഹത്ത് വേണോ? അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ ഞാൻ പാപമോചനം നിന്നോട് തേടുന്നേ അല്ലാഹ്. അപ്പൊ ഈ മഹത്തായ ദിക്റുകളൊക്കെ നിങ്ങൾ മുറുകെ പിടിക്കണം. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ നിങ്ങൾ ചെല്ലുമ്പോൾ അവൻ അല്ലാഹു ഭക്ഷണ വിശാലത നൽകുന്നതാണ്. എല്ലാ ദിവസവും പ്രഭാതത്തിൽ നമ്മളെ ഈ ചാനലിലൂടെ നമ്മൾ പ്രഭാത ദിക്റുകൾ ഉൾപ്പെടുത്താറുണ്ട്. അതിൽ ഇസ്തിഗ്ഫാറുണ്ട്, അപകട മരണങ്ങളിൽ നിന്ന് കാക്കപ്പെടുന്ന ദിക്റുകളുണ്ട്, അതുപോലെ തന്നെ പ്രയാസങ്ങൾ വന്നു ചേരാത്ത ദിക്റുകളുണ്ട്, അതുപോലെ തന്നെ കണ്ണേറുകളിൽ നിന്ന് രക്ഷപ്പെടുന്ന ദിക്റുകളുണ്ട്, കൂടോത്രങ്ങളിൽ നിന്ന് മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന ദിക്റുകളുണ്ട്. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഈ മഹത്തായ ദിക്റുകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്മാഉൽ ഹുസ്ന 99 അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്യുന്ന മഹത്തായ മജ്ലിസാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. എല്ലാ പ്രഭാതത്തിലും നമ്മൾ അത് നടത്തി വരാറുണ്ട്. അല്ലാഹുവേ ഖിയാമത്ത് നാൾ വരെ നിനക്ക് ദിക്ർ ചൊല്ലുന്ന നാവുകൾ നീ നിലനിർത്തണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, വേദനകളെല്ലാം ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ മഹത്തായ ദിക്റിന്റെ മഹത്വമാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അവരും അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലട്ടെ. പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിന് വേണ്ടിയിട്ടുള്ള മഹത്തായ ദിക്റുകൾ ചൊല്ലട്ടെ. നമുക്ക് ഈ മുകളിൽ പറഞ്ഞ നേട്ടങ്ങൾ ലഭിക്കാൻ സുബഹി നമസ്കാരത്തിന് ശേഷം 100 തവണ ഈ ദിക്ർ നിങ്ങൾ മുറുകെ പിടിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പോലും അറിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. പടച്ചവനെ ഞങ്ങൾ പരിശുദ്ധ റമളാനിൽ നിലനിൽക്കുന്നവരാണ് അല്ലാഹ്. ഒരുപാട് റമളാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ പടച്ചവനെ. ഞങ്ങൾ പറയുന്ന അദ്കാറുകൾ അതിന്റെ മഹത്വം പറഞ്ഞ് ഞങ്ങൾ ചെല്ലുമ്പോൾ റബ്ബേ നീ ലോക വിജയികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലി വാലിദിനാ വലി മശായിഖിനാ വലി അസാതിദിനാ വലി അഹ്ബാബിനാ വലി ശാഇരിനാ വലി ഖബായിലിനാ വലി ജീറാനിനാ വലി من أحب وأحسن إلينا ولمن له وكن علينا ولجميع أمة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت أرحم الراحمين يا الله. പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഐശ്വര്യ സമ്പൂർണമായ ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളെ എല്ലാം ലോക വിജയികളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഈ പരിശുദ്ധ റമളാനിൽ നോമ്പ് പിടിച്ചുകൊണ്ട് ഞങ്ങൾ എടുക്കുന്ന ഈ ക്ലാസുകൾ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഇൽമിന്റെ സദസ്സുകളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളിലെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മാഫ് ചെയ്യണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ പലരും കടക്കാരാണ് റബ്ബേ. ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടണേ
അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരോട് നീ ഭവനം നൽകണേ അല്ലാ. ഞങ്ങളുടെ ഭവനങ്ങൾ പണി നടക്കുന്ന പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള സകല രോഗങ്ങളിൽ അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാ. പടച്ചവനെ, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങൾക്ക് ഏത് മേഖലയിലാണെങ്കിലും നീ ബർക്കത്ത് നൽകണേ അല്ലാ. ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാ. കേസുകളിൽ നിന്ന്, കള്ളക്കേസുകൾ, ജയിലുകളിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടത്തുകളിൽ, ഞങ്ങളുടെ ജോലിയിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്ക്, നാട്ടിനും നാട്ടുകാർക്കും കുടുംബത്തിനെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാ. ഈ ഭൂമിയിൽ എന്തെല്ലാം നീ നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാ. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വാപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളുടെ മജ്ലിസിലുള്ളവർ, ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നവരെല്ലാവരെയും നീ കാക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.